ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന ഉറച്ച പ്രതീക്ഷയിലാണല്ലോ ആര് മുഖ്യമന്ത്രി വേണം, ആരൊക്കെ മന്ത്രിമാർ വേണം, ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനങ്ങൾ വേണം തുടങ്ങിയ ചർച്ചകളൊക്കെ മുടിപിടിക്കുന്നത്. LDF സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് മറ്റ് ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. LDF വിജയിച്ചാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പക്ഷേ അപ്പുറത്ത് നടക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് കേരളം UDF ഭരിക്കാൻ പോവുകയാണ് അടുത്ത 5 വർഷം എന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ഡോൺ കൗണ്ട് ചിക്കൻ ബിഫോർ ദ ഹാച്ച് എന്ന് പറയും. അതായത് കോഴി അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ കോഴി കുഞ്ഞുങ്ങളെ എണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 9-ാം തീയതി പെട്ടിയിലേക്ക് വീണ ഓട്ടാണ്. എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, യാതൊരു സംശയം അതിനകത്ത് വേണ്ട. ഇത്രയും നാളത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതാണ് കിട്ടിയ ഫീഡ്ബാക്ക്. ഞാൻ പല ആളുകളടുത്തും ചർച്ച നടത്തി, വ്യക്തിപരമായിട്ട് ചർച്ച നടത്തി, പല മണ്ഡലങ്ങളിലും പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുക്കേണ്ടായി. കാര്യം ഇത് എനിക്കൊരു പഠന മേഖലയും കൂടെ ആയതിനാൽ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ വരും. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഈ ഗവൺമെന്റിന് ഇല്ലായിരുന്നു. ഗവൺമെന്റിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഇല്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. പിണറായി വിരുദ്ധർ അല്ലെങ്കിൽ പിണറായിസം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് കുറെ നാളുണ്ട്. പിന്നെ കനകൂര് പഠിച്ച പണി 18 നോക്കി, എന്തെല്ലാം മാർഗ്ഗങ്ങൾ അവലംബിച്ചു. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓമന പേരിട്ട് വിളിച്ചിട്ട് സകല വർഗീയ കക്ഷികളുമായിട്ടും നീക്കുപോക്ക് വരുത്താൻ ശ്രമിച്ചു. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ, ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ. ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്, കൊല്ലക്കാരനാണെങ്കിലും. വട്ടിയൂർക്കാവിലെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം അവിടെ BJPയുടെ ബൂത്തുകളിൽ ഒരൊറ്റ ആൾ പോലും ഇരിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു ബൂത്ത് വോട്ടിടുന്നതിന്റെ അന്ന്. അവിടെ ഒരു ബൂത്തിൽ ഒരു ബൂത്ത് ഏജന്റ് പോലും ഏറ്റവും കൂടുതൽ BJP കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ഉള്ള വാർഡാണെന്നുള്ള കാര്യം ആലോചിക്കണം. ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ വാനിഷ് ഇൻറ്റു തിന്നേറാണോ, അത് അന്തരീക്ഷത്തിലോട്ട് അപ്രത്യക്ഷമായതാണോ, അത് വായുവായിട്ട് പോയതാണോ, അത് അവരുടെ ആവേശം കെട്ടടങ്ങിയതാണോ? അപ്പൊ ഇത്തരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങളൊക്കെ ധാരാളം അന്തർധാരകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ജനം വിലയിരുത്താൻ പോകുന്നത് ഇതിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് തൊട്ട് പറയുന്നത് UDFന്റെ ഒരു MP കേന്ദ്രത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. നാണക്കേടെന്ന് പറയാം, എന്റെ നാട്ടുകാരനായ MP ആണ്, കൊല്ലത്തിലെ NK പ്രേമേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉന്നയിച്ചത് വളരെ നിർദോഷമെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ്. അതിദാരിദ്ര്യ മുക്തി ചെയ്തെങ്കിൽ ഈ റേഷനിങ് ഇതുപോലെ തുടരേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ റേഷനിങ് അനുവദിക്കുമോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ റേഷൻ കൂടെ കട്ടിയട്ടെ എന്നുള്ള വ്യംഗ്യത്തിലുള്ള ചോദ്യം ചോദിച്ചവരാണ്. എപ്പോഴെല്ലാം കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന സമയത്തും അവിടെയെല്ലാം ഭാര്യ ചത്താലും വേണ്ടിയില്ല, മകൻ ചത്താലും വേണ്ടിയില്ല, മരുമകൾ സന്തോഷിക്കരുത് എന്നുള്ള ഒറ്റ പോയിന്റ് അജണ്ടയായിട്ട് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് അധികാരത്തിൽ വരിക എന്നുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ അങ്ങേയറ്റം വൃത്തികെട്ട തന്ത്രങ്ങളാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, നമുക്കത് വോട്ട് എണ്ണിയാലല്ലേ അറിയാൻ പറ്റും.